ഒരു രസമുള്ള നമ്മൾ ഞെട്ടാൻ പോകുന്ന ഒരു സംഗതി കാണാനാണ് പോകുന്നത്. അവിടെ എത്തിയാലേ അറിയാം എന്താണെന്നുള്ളത്. ഞാൻ സെർച്ച് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു രാജ്യത്ത് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോയാൽ മതി. അപ്പോൾ ഈ തലയോട്ടീൻ്റെ പ്രത്യേകത ഈ ചർച്ചിലും കാണിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ തലയോട്ടി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്നും വന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. പല്ലുള്ളത് വരെ ഉണ്ട്, കണ്ടില്ലേ? ചില തലയോട്ടിയിൽ പല്ല് വരെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോളേജിൻ്റെ അടുത്താണ്, തൊട്ടടുത്ത് കോളേജാണ് കാണുന്നത്. എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തലയോട്ടികൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത് ഇവർ. ഇവിടെ ആന ഇല്ലാത്തത് പണ്ട് കഴിച്ചിലായി. ആന ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആനപ്പുറത്തായിരിക്കും ഇവരെ പിക്ചർ ഉണ്ടായിരുന്നുണ്ടാവുക. അങ്ങനെ ആദ്യമായി ഈ ട്രിപ്പിൽ എനിക്ക് കുറച്ച് സൂര്യപ്രകാശം കൊള്ളാൻ കഴിഞ്ഞിട്ടോ. കുറച്ച് സൂര്യപ്രകാശം. ഇവിടുത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ സെർബിയക്കാർ ശരിക്ക് ഭയങ്കര ക്രൂരത കാണിച്ച ആൾക്കാരാണ്. യുദ്ധങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് മയക്കുമരുന്നുണ്ടോ എന്നൊക്കെ ചെക്കിങ് ഭയങ്കര. ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പം അവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സെർബിയയിലാണ് കേട്ടോ. സെർബിയയിലെ നിഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സിറ്റിയിലാണ്. അപ്പോൾ നമ്മളിതാ പറഞ്ഞ പോലെ ഇതിനൊരു സൗകര്യങ്ങളൊക്കെ കിട്ടിയത് നമ്മളെ ഹോസ്റ്റലിൽ ആരും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ മാത്രമായതുകൊണ്ടാണ്. ഭയങ്കര തണുപ്പായാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റിസ്ക്കാണ്. അപ്പോൾ ട്രാവലേഴ്സൊക്കെ കുറയും ഇതുപോലുള്ള. അപ്പം നമ്മൾ ഇത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചില സൗകര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇത്രയും സൗകര്യങ്ങൾ. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ഉണ്ട്. കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിനെക്കാട്ടി അപ്പുറം നമ്മൾ കാലാവസ്ഥയിലാണ് ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തണുപ്പും സമയമില്ലായ്മയും പകൽ വളരെ കുറവായതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ 8ാമത്തെ ദിവസമായ ഇന്നിപ്പോൾ 10ാമത്തെ ദിവസമായില്ലേ, 10ാമത്തെ ദിവസമായ നമ്മളെ യാത്രയിലെ 10ാമത്തെ ദിവസം 8ാമത്തെ കൺട്രി ആയ സെർബിയയിൽ നിന്നും. അപ്പോൾ നമ്മൾ സെർബിയൻ്റെ കാഴ്ചയിലേക്കാണ്. എല്ലാവർക്കും സ്വാഗതം. സെർബിയൻ്റെ കാഴ്ച നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഈ ഡ്രസ്സ് മാറ്റി ഇറങ്ങിയതോടുകൂടി ഇതിപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ കാണിക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. 9 യൂറോ ആണ് നമുക്കായത്. ഇവിടെ ലേശം എക്സ്പെൻസീവാണ്. എന്നാലും 5 യൂറോ 6 യൂറോക്കൊക്കെ കിട്ടും. എന്നാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഭക്ഷണച്ചെലവ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണച്ചെലവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തോന്നുന്നുണ്ടാവും എന്താ ഭക്ഷണം കഴിക്കില്ലെന്ന്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് ചായ, കോഫിയൊക്കെ ഇവിടെ നിന്ന് കിട്ടും. കോഫി പൗഡർ, ചീസ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചതുണ്ട്. ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ വില കുറഞ്ഞ കൊടുത്തൊന്ന് വാങ്ങിച്ച് വെക്കുന്നതാണ്. ബർഗർ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ തന്നെ അതുപോലെ ഉള്ളിയൊക്കെ വെക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ കഴിക്കും. അപ്പോൾ നമുക്ക് ഇതിനൊന്നും വലിയ ചിലവ് വരാനില്ല ഇങ്ങനെ ആകുമ്പം. അതേസമയത്ത് നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പം 2 യൂറോ 3 യൂറോ 5 യൂറോ ഒക്കെ കൊടുക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങും. ഇന്ന് പിന്നെ വൈകിട്ട് മാത്രമേ നമുക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ പോകെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ്. നമ്മൾ ബ്ലൂ മൂൺ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്റ്റലിലായിരുന്നു. അതിൻ്റെ റിസപ്ഷനാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഒക്കെ ഓക്കെ ആയിരുന്നു. ഞാൻ ഫ്രഷായി. ഇനി നമ്മളെ സെർബിയൻ്റെ കാഴ്ചകളിലേക്ക്. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്കൊരു ഓഫറൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ യാത്രയിൽ ഇപ്പം മോണ്ടനീഗ്രോ ആണ്. ഇവർ booking.com-ൽ 9.6 ഉണ്ട്. ഞാൻ അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ട്. booking.com-ൽ ഗ്രേഡ് 9.6 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ബുക്കിംഗ് ആണ് കാണുന്നത്. പിന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫ്രീ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ യാത്രേൻ്റെ ടാർഗറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ സെർബിയയിലെ കാഴ്ചയിലേക്ക് ഇറങ്ങണം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇന്ന് മൈനസ് ഇല്ല കേട്ടോ. ഇന്ന് 2 ആണ്. മൈനസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ യാത്രയിലേക്ക് തുടരുകയാണ്. സിറ്റീൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതായത് സെർബിയയിലെ നിഷ് എന്ന് പറഞ്ഞ 2ാമത്തെ സിറ്റി കേട്ടോ. ബെൽഗ്രേഡ് കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് സിറ്റി. ഇവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതൊക്കെ ഉണ്ട് ഒരുപാട്. ഇതിൽ ഇവർ യൂസ് ചെയ്യുന്ന നമ്മൾ ആ ഇഷ്ടിക പോലത്തെ നമ്മളൊരു നാട്ടിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നൊരു കട്ടല്ലേ, അതുപോലത്തെ കട്ടകളാണ് കേട്ടോ ഇവിടെ ബിൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. യൂറോപ്പിൽ പൊതുവേ യൂസ് ചെയ്യുന്നതൊക്കെ ആ രീതിയിലുള്ളതാണ്.
അങ്ങനെ നമ്മളെ 8ാമത്തെ രാജ്യവും എൻ്റെ 66ാമത്തെ രാജ്യവുമായ സെർബിയയിലാണ് ഇപ്പോൾ ഉള്ളത്. സെർബിയ ലേശം നമ്മൾ ഈ തണുപ്പുകൊണ്ടതൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ അപ്പോൾ മറ്റുള്ള രാജ്യം കൊസോവോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സെർബിയയാണ്. യുഗോസ്ലാവിയെന്നും നമ്മൾ ഇതായതിൻ്റെ ശേഷം ഇവർ വിഭജിച്ചതിൻ്റെ ശേഷം ഇത് സെർബിയ കുറച്ചുകൂടി നല്ല പവർഫുൾ കൺട്രിയാണ്. ഇവരുമായിട്ടാണ് കൊസോവോക്ക് ഇഷ്യൂ ഉള്ളത്. കൊസോവോ ഇവരെടുത്തു നിന്നാണ് രാജ്യമായിട്ട് പിന്നെ പിരിയാൻ കാരണം 2008 2010 കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് യൂറോപ്പിൻ്റെ UK ഒരു ഭാഗങ്ങളിൽ കാണുന്ന അതേ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മോണ്ടനീഗ്രോ ഇതിനെക്കാട്ടി ഭംഗിയുള്ളൊരു സ്ഥലമെന്നാണ് പറയുന്നത്. അപ്പോൾ സെർബിയ പോലെയല്ല, ഒന്നുകൂടി എന്താ പറയുക ഭംഗിയുള്ള സ്ഥലം മോണ്ടനീഗ്രോ ആണെന്നാണ് പൊതുവേ യാത്രക്കാരൊക്കെ നമ്മൾ കാണുന്നിടത്തൊക്കെ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇവിടെ സിറ്റീൻ്റെ ഓരത്തു കൂടി നമുക്ക് നടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പഴയ ചരിത്രങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പണ്ട് യുദ്ധകാലങ്ങളിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ, ഡാമേജായ ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഗതികൾ കൂടി കാണുന്നുണ്ട്. ഇതും പഴയ ബിൽഡിങ്ങിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഡാമേജായിട്ട് യുദ്ധകാലത്ത് എന്തോ സംഭവിച്ചതായിരിക്കാം. അങ്ങനെ യുദ്ധത്തിൽ നിന്നും വിട്ടതിൻ്റെ ശേഷം ഇവർ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്ന ടൂറിസം കേട്ടോ. നമ്മൾ ബാൽക്കൻ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഇവർ ടൂറിസത്തിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എല്ലാ ആൾക്കാരും ഇവിടേക്ക് ടൂറിസത്തിന് വരുന്നുണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അവർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ മിംഗ്ലിങ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യുന്നത് അത്തരം ആൾക്കാരെയാണ്. പിന്നെ നമ്മളെ ഏഷ്യയിലെ ടൂറിസ്റ്റുകൾ ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റിയ ആൾക്കാരെ മാത്രമേ ഇവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ നമുക്ക് അഫോർഡബിളാണ്. നമുക്ക് തീർച്ചയായിട്ടും അഫോർഡബിളായിട്ടുള്ള ഒരു ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് ഇവിടെ വരാൻ കഴിയും. ഇതുപോലത്തെ രാജ്യങ്ങളിൽ നമ്മൾ ചിലവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ മരങ്ങളൊക്കെ ഉണങ്ങിക്കിടക്കുന്നത് കണ്ടില്ല നിങ്ങൾ? ഈ ഉണങ്ങിക്കിടക്കുന്നത് ഈ തണുപ്പായതുകൊണ്ട് കേട്ടോ. ഇത് നല്ല കാലത്ത്, തണുപ്പ് ഇല്ലാത്ത കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ ശരിക്കും ഇതൊക്കെ പച്ച മരങ്ങളായിരിക്കും, പച്ച ഇലകളായിരിക്കും. അപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെ പൊതുവെയുള്ളൊരു സ്ഥിതിയാണിത്. തണുപ്പ് കാലത്ത്, വിൻ്റർ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഇവർ. അപ്പം തണുപ്പ് കാലത്ത് വരുമ്പം നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കാര്യങ്ങളും തണുപ്പ് ആസ്വദിക്കാനും കഴിയും. ഈ തണുപ്പ് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും കേട്ടോ. ഒരു 0 ഡിഗ്രി 7, 6, 10 ബിലോയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല കാലാവസ്ഥ ആയിരിക്കും. പക്ഷെ ഇവർക്ക് മൈനസ് ഡിഗ്രിയിലേക്ക് എത്തുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇവർക്കും ഒരു സ്ക്വയറുണ്ട്, സിറ്റി സ്ക്വയർ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. സിറ്റി സ്ക്വയറിൽ എന്തായാലും ഒരു കുതിരപ്പുറത്ത് പറക്കുന്ന ഒരു ഭരണാധികാരി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ ആന ഇല്ലാത്തത് പണ്ട് കഴിച്ചിലായി. ആന ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആനപ്പുറത്തായിരിക്കും ഇവരെ പിക്ചർ ഉണ്ടായിരുന്നുണ്ടാവുക. അപ്പം എല്ലാ സ്ഥലത്തും കാണുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് വലിയൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റാച്യു ഉണ്ട് കേട്ടോ. അതെന്താണെന്നൊന്നും നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ എഴുതിയാണ് നമുക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ സാധ്യത കുറവാണ്. ഇംഗ്ലീഷിലൊന്നുമില്ല, വേറെ എഴുത്തിൽ തന്നെ ഉള്ളത്. 1915 ഒരു നിർമ്മിതിയായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇവരെന്തൊക്കെ കഷ്ടപ്പെട്ട് തോക്കൊക്കെ വെച്ച് കുത്തിക്കൊലയൊക്കെ നടത്തിയ ചിത്രങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതാണ് ഇവരെ സ്ക്വയർ, നിഷിലെ സ്ക്വയറാണ് സെർബിയയിലെ. അപ്പം നമ്മൾ ദൂരെ കാണുന്നത് ആ കാലഘട്ടത്തിൽ ഭരിച്ച ആൾക്കാരെ കോട്ടൻ്റെ ഒരു ഭാഗമായിരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് അവിടേക്ക് പോയി നോക്കാം. ഇവിടെ മെട്രോയിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ. ഇത് താഴോട്ട് മെട്രോയിലേക്കോ സബ്വേയിലേക്കോട്ടുള്ള ഒരു എൻട്രിയാണത്. ഇതേപോലത്തെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. സെർബിയ എന്ന് പറയുന്നത് ഇന്ന് ഉയർന്നു വരുന്ന ഒരു രാജ്യമാണ്. ഇവർ ടൂറിസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യൻ്റെ ആൾക്കാർക്കൊക്കെ എൻട്രി കൊടുത്തിരുന്നു. ഇപ്പം ഇന്ത്യക്കാർക്ക് എൻട്രി ഇല്ല. പകരം നമ്മൾ US വിസ, UK വിസ, അങ്ങനത്തെ എന്തെങ്കിലും ഷെങ്കൻ വിസ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ എൻട്രി കിട്ടുള്ളൂ. സെർബിയയിൽ, യൂറോപ്പിലൊക്കെ നമ്മൾ ഈ കോട്ടും നല്ല ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് കാണുമ്പോൾ നമ്മളെ നാട്ടിലും നമുക്ക് നടക്കാൻ തോന്നും. പക്ഷേ ഇവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തണുപ്പുകൊണ്ട് കോട്ടിട്ട് നടക്കുകയാണ് ശരിക്കും. ഇവരുടെ കാലാവസ്ഥൻ്റെ ഭാഗമാണിത്. പക്ഷേ നമ്മളെ കാലാവസ്ഥനെ പോലെ നല്ലൊരു കാലാവസ്ഥ വേറെ ഇല്ല. നമുക്ക് 1-2 മാസത്തെ നമ്മൾ ആ ചൂടിൻ്റെ ഒരു സമയത്തുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ള സമയമൊക്കെ നല്ല കാലാവസ്ഥയാണ്. നമ്മൾ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക യൂറോപ്പിൽ തണുപ്പൊന്നെങ്കിൽ കാഠിന്യം ഉണ്ടാവും,
നമ്മൾ മസഡോണിയയിൽ കണ്ട പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ വെള്ളം നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കാണുന്നത്. ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ UK-നൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇവർ നടക്കാനും ആൾക്കാർക്ക് ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സമ്മർ ടൈമിനൊക്കെ ഇവിടെ ശരിക്കും ആൾക്കാർ ഉപയോഗിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. സമ്മറിലൊന്നും ഞാൻ വന്നിട്ടില്ല, അപ്പോൾ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പോയ രാജ്യങ്ങൾ വീണ്ടും വീണ്ടും പിന്നെ സൗകര്യങ്ങൾ നോക്കി പോകാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും വരാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കോട്ടൻ്റെ ചരിത്രങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടോ. കാരണം ഇവിടെ കോട്ടൻ്റെ അവിടെ നിന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഈ നദി അതിൻ്റെ ഒരു ഭരണകാലത്ത് ഇവർക്ക് ശത്രുക്കൾ വരാതിരിക്കാനുള്ള ഉണ്ടാക്കി വെക്കുന്ന ബങ്കർ പോലത്തെ സ്ഥലങ്ങളാണ്. തിരിച്ചപ്പുറം ഇവരെന്തെങ്കിലും മഹാസമ്മേളനങ്ങൾ വരെ അനുയായികളൊക്കെ വിളിച്ച് കൂട്ടുന്ന സമയങ്ങളിലുള്ള സംഗതികളൊക്കെ തന്നെയാണ്. ഇന്ന് അതൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി എല്ലാവരെയും പോലെ തന്നെ ഇവരും ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റി എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ കോട്ടൻ്റെ കാലം ഈ ഭരണാധികാരിയാണ്, പേരൊന്നും വായിക്കാൻ കഴിയില്ല. 1913 മുതൽ 1943 ഇടയിൽ ഉള്ളതാണ്. ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡ് 1719 ഇത് 1719 മുതൽ 1723 ഉണ്ടാക്കിയതാണ് കേട്ടോ. ശരിക്കും കൾച്ചറൽ മൂവ്മെൻറ്റ് ആൻഡ് ഗ്രേറ്റ് വാല്യൂ. ഇത് ചിലപ്പോൾ റിനോവേഷൻ്റെ ആളായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾക്ക് പോകട്ടോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ യാത്രേൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. കുറേ ആൾക്കാരിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതവിടെ ഒരു അടിപൊളി കാറൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റേജാണ്, പ്രോഗ്രാമിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ സ്റ്റേജായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മ്യൂസിക് നൈറ്റൊക്കെ ഇവിടെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളെ നാട്ടിലെ പഴയ ഫിയറ്റിനെ ഓർക്കുന്ന ഒരു വണ്ടി ഉണ്ട് കേട്ടോ, നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മളെ പഴയ ഫിയറ്റ് തന്നെയല്ലേ കറക്റ്റ്. അപ്പോൾ ഇവിടുന്ന് വന്നതായിരിക്കും പണ്ടത്തെ ഫിയറ്റ് ചിലപ്പോൾ, അല്ലെങ്കിൽ ഇവരും പണ്ട് ഉപയോഗിച്ചിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇവിടെ ഇവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ത്രീയായിട്ട്. ഒരു നായുണ്ട് ഇവിടെ, മൂപ്പരാളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനൊരു സൈഡിൽ കൂടി അങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഈവനിങ്ങിലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ പറയുന്നത്. ഇത് റോമൻ പീരീഡ് ഉണ്ട്, ബൈസാൻറ്റീൻ പീരീഡ് ഉണ്ട്. ബൈസാൻറ്റീൻ പീരീഡ് നമ്മൾ കേട്ടിട്ടില്ല, ഓട്ടോമൻ പീരീഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതർ ഒബ്ജക്ട്സ് ഇത് ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ ചരിത്രങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഓരോ പീരീഡ് കാലഘട്ടത്തിൽ ഇതിൻ്റെ ചരിത്രങ്ങളാണ്. ഈ ബ്രിഡ്ജ് വന്ന കാലമുണ്ട് നിസിലെ. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ യൂറോപ്പിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ സുവനീഴ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ടൂറിസത്തിൻ്റെ ഒരു സ്ഥലമാക്കി ഇവർ മാറ്റിയിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ വന്നതുപോലെ തന്നെ മറ്റൊരു എൻട്രൻസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കാതെ കേടായി നിൽക്കുകയാണ്. അപ്പുറത്ത് കൂടിയൊക്കെ വഴികളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിലൂടെയുള്ള വഴിക്കൊന്ന് കടന്നു നോക്കുകയാണ്. ഉൾഭാഗത്ത് കഴിഞ്ഞു. ഇനി ഉൾഭാഗം കുറേ ഇനി കാണാനുള്ളത് ഹൈറ്റുള്ളതാണ്. അത് സംഗതി നദീൻ്റെ കരികിൽ ഹൈറ്റുള്ള സ്ഥലത്തായിരിക്കും പണ്ട് കോട്ടകൾ നമ്മൾ മസഡോണിയയിൽ കണ്ടതുപോലൊക്കെ തന്നെ. ഇവിടെ ഇതിൻ്റെ ഡോറ് നമ്മളെല്ലാ സ്ഥലത്തും കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ കല്ലുകളും കല്ലുകൾ ആ കാലത്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതേപോലെ വെച്ചാണ്. ഈ ഡോറൊന്നും ഇപ്പോൾ ഇളക്കാൻ പോലും കഴിയില്ല, തുരുമ്പ് പിടിച്ച സൈഡായിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ മരമുണ്ട്, ഇതിൻ്റെ പ്ലേറ്റിങ് മാത്രമാണ് ഇതിന് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പുറം ഭാഗത്തേക്കുള്ള മറ്റൊരു സിറ്റിങ്ങിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാക്കിംഗ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നിലനിർത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കോട്ടൻ്റെ ഒരു ഭാഗമാണ്. ഇത് 4 ഭാഗങ്ങളിലായിട്ട് എല്ലാ സ്ഥലങ്ങളിലെ പോലെയും ഇവിടെ ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ കല്ല് വിരിച്ചത് പുതിയതാണിത്, ഇത് പഴയതല്ല. പണ്ടുള്ളതിന് കല്ലുകൾക്ക് ഇപ്പോഴത്തേന് വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പണ്ടത്തെ തേഞ്ഞ് അലിഞ്ഞതായിരിക്കും നമ്മൾ മസഡോണിയയിൽ കണ്ടതുപോലെ. ഇവിടെ ഇത് നമ്മളെ നാട്ടിലൊക്കെ വിരിക്കുന്ന പോലെ കോൺക്രീറ്റിൻ്റെ കട്ടൻ കേട്ടോ, സിമെൻറ്റിൻ്റെ കട്ടനാണ് ഇവിടെയൊക്കെ സ്ട്രീറ്റിൽ വിരിച്ചതായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ പഴയ മാർക്കറ്റുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ, സെർബിയയിലും ഒക്കെ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പഴയ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ വിൽക്കും, പഴയ കാലത്തെ തന്നെ. അതിൻ്റെ ചെറിയൊരു മാർക്കറ്റുകളാണ്, നമ്മളെ ലോക്കൽ മാർക്കറ്റുകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇവിടെ ഫ്ലവർ പ്രത്യേകമായിട്ടുണ്ടാവും. വലിയൊരു മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെ ഈ മാർക്കറ്റിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഫ്ലവറാണ് പ്രധാനപ്പെട്ട കേട്ടോ.
ഒറിജിനൽ ഫ്ലവർ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ച പോലത്തെ ഫ്ലവറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കോഴിമുട്ടൻ്റെ സെയിലുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കാണാൻ കോഴിമുട്ടകൾ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ വലിയ രാജ്യങ്ങളിൽ പോയാൽ ഇതേപോലത്തെ യൂറോപ്പിലെ എസ്പെഷ്യലി നമ്മൾ ഈ ബാൽക്കൻ കൺട്രീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലെയുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. ഇതൊരു വലിയ സംഗതി തന്നെയാണ്. ഇപ്പോഴും ഇവരെന്തുകൊണ്ടത് മാറ്റാത്തതെന്ന് മനസ്സിലായിട്ടില്ല. പൊതുവേ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ്, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് വൽക്കരണമൊക്കെ ഈ ഭാഗങ്ങളിൽ ബാൽക്കൻ കൺട്രി ഭാഗങ്ങളിൽ വളരെ കുറവായിട്ടാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ റഷ്യൻ്റെ പല ഭാഗങ്ങളിലും സോവിയറ്റ് യൂണിയൻ്റെ നമ്മൾ പോയപ്പോഴൊക്കെ അവിടെയും കാണാൻ കഴിഞ്ഞത് ഇതേപോലത്തെ സാധാ മാർക്കറ്റുകളിൽ ഇതുപോലെ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ നാട്ടിലൊക്കെ കണ്ട ഒരു മാർക്കറ്റ്. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇതേപോലത്തെ മാർക്കറ്റോ ഇത് ചെയ്യാനുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ഇത് സിഗരറ്റ് വലിച്ച് കോഫി കുടിച്ച് എങ്ങനെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്തും കൊണ്ട് ഇവർ കച്ചവടം ചെയ്യുക. വയസ്സായ ആൾക്കാരാണ്. ഇവർക്ക് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ പ്രാമുഖ്യം കാണാൻ കഴിയുന്നില്ല. അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക ഈ സെർബിയയിലും മോണ്ടിനിഗ്രോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മസഡോണിയ ഒക്കെ വലിയ എന്തോ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഒന്നുമല്ലാന്ന്. നമ്മളെ നാടാണ് ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ ഡെവലപ്പായതും ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ എത്രയോ ബെറ്റർന്ന്. പിന്നെ നമ്മളെ നാട്ടിലെ ആൾക്കാർ ശരിക്കും നമ്മൾ ഇവിടുത്തെ രാജ്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ നാട്ടിലെ ആൾക്കാർ ശരിക്കും നല്ലോണം വർക്ക് ചെയ്യുന്ന മെനക്കെടുന്ന ആൾക്കാരട്ടോ. നമ്മൾ പൊതുവേ പറയും നമ്മളെ നാട്ടിൽ മടിയന്മാരാണ്. പക്ഷേ പൊതുവെയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലും ചൈനയിലൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട് പുരോഗമിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇവരൊന്നും ഇതേപോലെ മടിയന്മാരായിട്ട് ചായയും സിഗരറ്റുമായിട്ട് കോഫിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവരെ രാജ്യം വളരുന്നില്ല. പക്ഷേ ടൂറിസത്തിൽ ഇവർ വളരെയധികം കൈകാര്യമാണ് കാണുന്നത്. ഈ ടൂറിസത്തിൻ്റെയും കൂടി നമ്മളെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും അടിപൊളി നാട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ നാട്ടിൽ ചെറിയ വണ്ടികളൊക്കെ വരത്തില്ല. യൂറോപ്പിലെ ഏതോ ഒരു വണ്ടികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ടൊയോട്ടൻ്റെ വണ്ടികൾ ഇവിടെ ചെറുതുണ്ട് കേട്ടോ, നല്ല അടിപൊളി വണ്ടി, കിഡിനെ പോലത്തെ. പക്ഷേ നമ്മളെന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ചെറിയ വണ്ടികളാണ് വരുന്നത് കാര്യങ്ങൾ എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇത് യൂറോപ്പും സോവിയറ്റ് യൂണിയൻ്റെ പുതിയ ഭാഗങ്ങളായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ചെറിയ കാറുകളാണ് ഇവർ അധികം യൂസ് ചെയ്യട്ടോ. ഈ ചെറിയ കാറുകൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലും നമ്മൾ അമേരിക്ക പോലെ ഉള്ള ഭാഗങ്ങളിലാണ്, ജപ്പാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമുക്ക് വലിയ വാഹനങ്ങൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നേ കാരണം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എപ്പോഴാണ് ബസ് ഉള്ളത്, മോണ്ടനിഗ്രോയിലേക്ക് നമുക്ക് പോകണം. അപ്പം മോണ്ടനിഗ്രോയിലേക്ക് ഏത് സിറ്റിയിലേക്കാണ് പോകുക എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ടിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് അറിയിക്കാം കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കോട്ടൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെതൊക്കെ നമ്മൾ കൂടുതൽ പോയിട്ട് എടുക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. ഇതെല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ പണ്ടത്തെ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ടൊക്കെ വലിയ കാര്യമില്ല, വെറുതെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ എൻക്വയറി ചെയ്യാനുള്ള സ്ഥലമാട്ടോ അത്. ഒന്ന് നോക്കി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ചെക്ക് ചെയ്തപ്പം ബസ് സ്റ്റാൻഡിലേക്കാടിയും €1 കുറഞ്ഞിട്ട്, അതായത് നമുക്ക് ഓൺലൈനിൽ ബസ് സ്റ്റാൻഡിൽ €22 ആണ് ഇവർക്കുള്ളത്. നമുക്ക് 21,900 അല്ല 20,900 നമുക്ക് ഇവിടെ കിട്ടി. അതിൽ നമ്മളെ ഫ്ലിക്സ് ബസ്സിൽ കേട്ടോ. അപ്പോൾ സെയിം ബസ് തന്നെയാണ്, അവർ ആപ്പ് യൂസ് ചെയ്ത് വരുന്നതാണ്. അതിനെക്കൊണ്ട് നമുക്ക് കിട്ടുന്ന €1 കുറവാണതിൽ. സാധാരണ €2-3 ഒക്കെ പല സ്ഥലത്തും കിട്ടാറുണ്ട്. ഇതിന് €1 ആണ് നമുക്ക് വ്യത്യാസം കിട്ടിയത് ഇവിടുത്തെ ബസ് സ്റ്റേഷനുമായിട്ട് അന്വേഷിച്ചപ്പം. അപ്പം നമ്മൾ ഇന്ന് രാത്രി റൂം എടുക്കുന്നതായിരിക്കില്ല. ഇന്ന് രാത്രി നമുക്ക് റൂമിൻ്റെ ആവശ്യമില്ല ഇന്നത്തേക്ക്. കാരണം നമുക്കിന്ന് രാത്രി 7 മണിക്ക് പുറപ്പെട്ടിട്ട് രാവിലെ 7 മണിക്കാണ് മോണ്ടനിഗ്രോയിലെ ബുദ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ 9ാമത്തെ രാജ്യമായ മോണ്ടിനെഗ്രോയിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രി പുറപ്പെടുക. അതുവരെയുള്ള സെർബിയയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതേപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് പൊതുവേ കാണാനുണ്ടാവുക. പിന്നെ പ്രധാനമായിട്ട് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ടാവും. അപ്പോൾ അവിടേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഓരോരുത്തരും ഇൻട്രസ്റ്റാണ്. അവർക്കനുസരിച്ച് നമ്മൾ ഈ യാത്രയിൽ നമ്മൾ ഓരോ രാജ്യങ്ങളിലും നമ്മൾ കടക്കുന്ന എമിഗ്രേഷന്, അതിൻ്റെ പ്രൊസീജിയർ, പിന്നെ നമ്മൾ താമസിക്കുന്നത്, ഫുഡിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല.
നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോയാൽ മതി. ബഡ്ജറ്റ് റെഡിയാക്കുക, ഒരു ട്രാവൽ ചെയ്യാൻ വളരെ ഈസിയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 8ാമത്തെ രാജ്യമായ സെർബിയയിലൂടെയുള്ള യാത്രയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കാഴ്ചകൾ ആ സമയത്ത് എന്താണോ കാണാൻ കഴിയുന്നത് അത് മാത്രമാണ് നമ്മളെ കാഴ്ചകൾ. ചില രാജ്യങ്ങളിൽ നമ്മൾ 1 ദിവസമാണ്, ചില രാജ്യങ്ങളിൽ 2 ദിവസമാണ്. അപ്പോൾ ഓരോരോ രാജ്യങ്ങളുടെ നമ്മൾ എത്തുന്നതിനനുസരിച്ചാണ് നമ്മൾ ദിവസം ക്രമീകരിച്ചത്. പിന്നെ നമ്മൾ യാത്രയിൽ വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊസോവോയിലെ യാത്രയിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട് കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേറെ എവിടെയും നമ്മളെ ദിവസങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നില്ല. റുമാനിയയിൽ പിന്നെ നമ്മൾ ബൾഗേറിയയിൽ റൂം എടുക്കാതെ ഉള്ള യാത്ര ചെന്നതുകൊണ്ട് റുമാനിയയിൽ നമ്മൾ 1 ദിവസം റൂം എടുത്തു. അങ്ങനെയാണ് നമ്മളെ റൂം എടുക്കലിൻ്റെ അത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 9 യൂറോന് റൂം കിട്ടിയത്. നമ്മൾ മോണ്ടനിഗ്രോയിലും ഇതേപോലെ തന്നെ നമുക്ക് 8 യൂറോ ആണ് ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ റൂമിൻ്റെ വാടക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് റൂം ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ എടുത്ത റൂമിൽ കഴിഞ്ഞ് 12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാഗുമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. 7 മണിക്ക് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ കയറിയാൽ പിറ്റേന്ന് രാവിലെ അവിടെ എത്തും. രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നാളത്തെ ഡേറ്റിലാണ് നമ്മൾ അവിടുത്തെ റൂം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ട്രിപ്പിൽ നമുക്ക് 3 ദിവസം ഇതുവരെ നമുക്ക് റൂമില്ലാത്ത യാത്ര ഉണ്ടായിട്ടുണ്ട്. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് യാത്ര ചെയ്യാതിരിക്കരുത്. ഫ്ലൈറ്റ്, ഹോട്ടൽ, ഭക്ഷണം, ഈ 3 കാര്യങ്ങളാണ് ഒരു യാത്രയിൽ നമുക്ക് വരുന്ന പ്രധാന ചിലവ്. ആ ചിലവ് എത്രയേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതാണ് ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാർഗറ്റ് ചെയ്തിട്ടുള്ള യാത്ര അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റാച്യു ആണ്. 1915 മുതൽ 1944. ഈ 1915 മുതൽ 44 എന്ന് പറഞ്ഞാൽ ഓട്ടോമൻ്റെ കാലം കഴിഞ്ഞിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ട്രെയിനിൻ്റെ എൻജിനിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ സ്ക്വയറുകളിൽ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പഴയ ആൾക്കാർ വന്ന് ഇരിക്കുന്നുമുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ വന്ന് ഇരിക്കുന്നുമുണ്ട് പഴയ ആൾക്കാർ. ഇവിടങ്ങളിൽ ആൾക്കാർ ബസ് കാത്തിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അതായത് ലൈനായിട്ട് നിൽക്കും, ഒന്നെങ്കിൽ അല്ലെങ്കിൽ വിട്ട് നിൽക്കും, ഒറ്റപ്പെട്ട് നിൽക്കും. നമ്മളെ നാട്ടിലെ പോലെ കൂടി നിന്ന് സംസാരിക്കുക, എൻജോയ് ചെയ്യാൻ. സത്യത്തിൽ ഇവിടുത്തെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ഞാൻ ഈ യാത്രയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹമുള്ളൊരു സംഗതി, നിങ്ങൾ ഇതേപോലെ യാത്രയൊക്കെ ചെയ്യണം. യാത്രയൊക്കെ ചെയ്യേണ്ട എന്നുള്ളതല്ല, പക്ഷേ യാത്ര ചെയ്യാൻ പറ്റാത്തവർ ഒരിക്കലും ധരിക്കരുത് ഓരോ വലിയ സംഭവത്തിലുള്ള സ്ഥലങ്ങളാണ് നമ്മളെ ഈ കാണുന്നതൊക്കെ, നമ്മളെ നാട് ഇങ്ങനെ എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളെ നാട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി ഒന്നും ഇവിടെ സത്യത്തിൽ ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓരോ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ട്. പിന്നെ യൂറോപ്യൻസിൻ്റെ ഒരു പ്രത്യേകത, വൃത്തി ഉണ്ടാവും. അവരെ കാര്യങ്ങൾക്കൊക്കെ ഒരു വൃത്തി ഉണ്ടാവും എന്നേ ഉള്ളൂ. അത് നമ്മളെ നാട്ടിലും നമുക്ക് തുടരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളെ നാട്ടിൽ വൃത്തിയും ചെയ്യുന്ന സംഗതി ഭംഗിയിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ അത്ര ഭംഗി എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് വഴിയിൽ നിന്നൊക്കെ കാണിച്ചത് -7 ആയിരുന്നു. ചിലപ്പോൾ കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ബസ്സിലെ ഡ്രൈവർ. പക്ഷേ നമ്മൾ എത്തിയ സമയത്ത് -3 ആയിരുന്നു. ഇപ്പം നമ്മൾ കാലാവസ്ഥ 3 ആണ് കേട്ടോ, മൈനസ് അല്ലാത്ത 3. അപ്പോൾ നമ്മളിങ്ങനെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയിലാണ് നമുക്ക് സെർബിയയിൽ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ. കഴിഞ്ഞ മസഡോണിയയിലൊക്കെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി തണുപ്പുകൊണ്ട്. ഇന്ന് തണുപ്പ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. തണുപ്പ് 3 ആണ്. 3 ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ കുറേ കാണുന്നുണ്ട് നമ്മളിവിടെ. ഇവിടുത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ സെർബിയക്കാർ ശരിക്ക് ഭയങ്കര ക്രൂരത കാണിച്ച ആൾക്കാരാണ്, യുദ്ധങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ. ഇവിടുത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ സെർബിയക്കാർ ശരിക്ക് ഭയങ്കര ക്രൂരത കാണിച്ച ആൾക്കാരാണ്, യുദ്ധങ്ങളിലും അല്ലാതെയൊക്കെ തന്നെ വളരെയധികം ക്രൂരത കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ യുഗോസ്ലാവിയയും ഒക്കെ പിരിഞ്ഞ സമയത്ത്, ബോസ്നിയായിട്ടുള്ള തർക്കം വന്ന സമയത്തും പിന്നെ കൊസോവോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയങ്ങളിലൊക്കെ ഇവർ ഭയങ്കര ക്രൂരത കാണിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തോളം ആൾക്കാർ ബോസ്നിയയിൽ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്കായിരുന്നു ആധിപത്യം. യുഗോസ്ലാവിയൻ്റെ മരണം ഇതായപ്പോൾ ആധിപത്യം ഇവർക്കായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ളതാണ്. കൊസോവോയിൽ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഇഷ്യൂവിൽ തന്നെ അമേരിക്കയും UN ഒക്കെ ഇടപെട്ടിട്ട് നിർത്തിച്ചതാണ്. ഒരേ സമയത്ത് 25,000 ആൾക്കാരൊക്കെ ഇവർ കൊന്നിരുന്നു എന്നുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പറും ന്യൂസൊക്കെ കേട്ട ആൾക്കാർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ അത്രത്തോളം ക്രൂരതകൾ നടന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ. എത്രയോ ആൾക്കാരെ കൊല്ലപ്പെട്ട, ഈ പണ്ടത്തതല്ല, ഒട്ടോമൻ്റെ കാലത്തോ റോമാൻ കാലഘട്ടത്തിലുള്ളതല്ലാതെ തന്നെ ഈ കാലഘട്ടത്തിലുണ്ടായ കഥകളാണ് പറയുന്നത്, ഈ നൂറ്റാണ്ടിൽ. അത് നമ്മൾ മസഡോണിയയിൽ നിന്ന് ഇവിടേക്ക് കടക്കുമ്പോൾ മസഡോണിയക്കാരൊക്കെ വളരെ സ്മൂത്താട്ടോ. അൽബേനിയക്കാരും മസഡോണിയക്കാരൊക്കെ നമുക്ക് എമിഗ്രേഷനിൽ എത്തുമ്പോൾ തന്നെ അറിയാം, ടാക്സിക്കാരുമായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അറിയാം. അതേപോലെ നമ്മൾ സിറ്റിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാരുടെ ഫേസിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മൾ സെർബിയയിലെ ബോർഡർ കടക്കുമ്പോൾ തന്നെ അവർ കൊണ്ടുപോയിട്ട് മയക്കുമരുന്നുണ്ടോ എന്നൊക്കെ ചെക്കിങ് ഭയങ്കര. ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പം അവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് ചില രാജ്യക്കാർക്കൊക്കെ ഉള്ളതാണ്. ഈ സാധാരണ പാവപ്പെട്ട മൂന്നാംകിട രാജ്യങ്ങളിൽ അവർക്ക് ഒരു പുച്ഛാണ് അവർക്ക്. അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും, പല സ്ഥലങ്ങളിലും. പക്ഷേ പല രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും അതേപോലെ അല്ല കേട്ടോ. എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ തന്നെയല്ല. പക്ഷെ അതിൽ എനിക്ക് ഇപ്പം നമ്മളെ ഈ ബാൽക്കൻ കൺട്രീസിൻ്റെ ഭാഗമായിട്ട് തോന്നിയത്, ഇനിയിപ്പോൾ ബോസ്നിയയിലും മോണ്ടനിഗ്രോയിലും നമ്മൾ പോകാൻ ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് സെർബിയക്കാരെ ഇവരുടെ ചരിത്രങ്ങളും ഇവരുടെ പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പം ഇവർ ഭയങ്കര കുറച്ച് ക്രൂരതയുള്ള ആൾക്കാരും അഹങ്കാരികളും ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ സ്ത്രീകൾ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ, സ്ത്രീകൾ എല്ലാ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഭംഗിയും ഹൈറ്റും വെയിറ്റൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇത്ര ഹൈറ്റുള്ള കുറേ ആൾക്കാരെ കണ്ടില്ല, വളരെ ദുർലഭ ആൾക്കാരെ കാണാൻ കഴിഞ്ഞ്. പക്ഷേ ഇവിടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. യൂറോപ്പിൽ പ്രധാനമായിട്ട് ഈ ഹൈറ്റുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിലാണ് കേട്ടോ. ജർമ്മനിയിലെ ആൾക്കാർ പൊതുവേ യൂറോപ്പിൽ ഹൈറ്റും നല്ല ഇതുള്ള ലേഡീസും ജെൻസൊക്കെയാണ്. അതിനോട് ഉപമിക്കാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് സെർബിയയിലെ ആൾക്കാരെ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതേ സംഗതികൾ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണാൻ കഴിഞ്ഞു കേട്ടോ. ക്രിസ്മസ് വരെ ശരിക്കും ആഘോഷിക്കും. ക്രിസ്മസിൻ്റെതും ന്യൂ ഇയറിൻ്റെതും വരെ ഇതുവരെ അയച്ചിട്ടില്ല. ഇന്നലെ മെസഡോണിയയിൽ നമ്മൾ അയക്കുന്നത് കണ്ടില്ലേ, നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത്. ഇവിടെ എന്തോ ആൾക്കാർ ഒരു പ്രതിഷേധം കാണുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഞാൻ സിഗ്നലിൻ്റെ അവിടെ ആയിപ്പോയി. അപ്പോൾ അവർ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. അവരെ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കാണുന്നില്ല. നമ്മൾ ഈ വഴിയിലൂടെ തന്നെ നടന്നിട്ട് നോക്കി നോക്കാം എന്താണ് അവരെ പ്രതിഷേധം എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ പബ്ലിക് ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ പ്രതിഷേധിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രതിഷേധം നമ്മളെ നാട്ടിലെ പോലെ വലിയ എന്തോ സംഭവങ്ങളായിരിക്കില്ല. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച്, ബോർഡൊക്കെ കാണിച്ച് പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇങ്ങനെ നടന്നു പോവുക. കുട്ടികളാണ് കാണുന്നത്. എന്തെങ്കിലും കോളേജുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവാനാണ് സാധ്യത. അപ്പം നമ്മൾ ഈ കുട്ടികളെ എന്തോ ഒരു പ്രതിഷേധമാണ്. ബോർഡൊക്കെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇവരെ ബോർഡ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കോളേജിൻ്റെ അടുത്താണ്, തൊട്ടടുത്ത് കോളേജാണ് കാണുന്നത്. എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവരിവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ചൂലൊക്കെ കാണിക്കുന്നുണ്ട്. ചൂലുമേലാണ് ഇത് കിട്ടിയെന്ന് തോന്നുന്നു. വടീൻ്റേതായാനാ സാധ്യത. ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണോ അറിയില്ല. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അവരങ്ങോട്ട് പോയിട്ടോ, ആ ഭാഗത്തേക്ക് പോയി. ആ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളിതങ്ങനെ സ്ട്രീറ്റിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുതിയൊരു സ്ഥലം വരുന്നുണ്ട് കേട്ടോ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട്. സോക്സർ ബെറ്റ് വെക്കുന്ന ഗാംബ്ലിങ് കണ്ടില്ല നിങ്ങൾ. ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ വരുന്നുണ്ട് ബ്ലാക്ക് ഇതിൽ. ഇതവിടെ കളിക്കാനുള്ളതൊന്നും ഇവിടെ ഉണ്ടെന്നാനും ഇതേപോലെ തന്നെ ഗാംബ്ലിങ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് സ്പോർട്സിലെ ഓരോരോ കളികൾ കളിക്കാം. പൊതുവേ സെർബിയക്കാരെ പറ്റി അറിയാൻ കഴിഞ്ഞത് ഇവർ കുറച്ച് ഭംഗിയുള്ള ആൾക്കാരാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവിടെന്നെങ്കിലും വന്ന് പെട്ടതൊക്കെ ആയിരിക്കും. എനിക്ക് സംശയം ഇന്ത്യക്കാരോ ബംഗാളിയോട്ടാണത്. ഇവിടെ വന്ന് കുടുങ്ങിയ ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ. ചെറിയ കുട്ടിയും കൂടെ ഉണ്ട്. ഇതുപോലെ സ്ട്രീറ്റിലുള്ള സമയത്ത് നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് ഇഷ്യൂ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പീഡിൽ യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കലാണ് ബെറ്റർ. ഇവിടെ നിന്ന് ഞാൻ ലേശം ആപ്പിളും നാരങ്ങയും ഓറഞ്ചും വാങ്ങിച്ചു കേട്ടോ. കാരണം നല്ല വില കുറവായിട്ട് തോന്നി. നമ്മളെ നാട്ടിലെ 150 രൂപയാണ് എനിക്ക് ഇത്രയും വാങ്ങിച്ചു കേട്ടോ. ഈ നാരങ്ങ മൊത്തവും ഇത്രയും ആപ്പിളും ഞാൻ വാങ്ങിച്ചപ്പം എനിക്ക് നാട്ടിലത്തെ
150 രൂപയാണ് വന്നത്, അതായത് ഇവിടുത്തെ 180. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ വില. നല്ല ഫ്രഷ് സാധനം കേട്ടോ. നമ്മൾ ഇതേപോലെ നടക്കുമ്പം കുറച്ച് ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ നമ്മളെ ഫുഡിൻ്റെ നേരത്ത് നമുക്ക് അത് കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് ക്ഷീണങ്ങളോ പ്രശ്നങ്ങളോ വരില്ല. സത്യത്തിൽ നമ്മൾ ഫ്രൂട്ട്സും എരിവോ കാര്യങ്ങൾ പുളികളൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ പോലെ കഴിച്ചാൽ നമുക്ക് ഈ ടോയ്ലറ്റോ വേറെയുള്ള പ്രശ്നങ്ങളോ യാത്രയിലെ ഈ ഹെവി യാത്രേൻ്റെ സമയത്ത് നമുക്ക് വലിയ ഗുണം ചെയ്യും കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ട് യാത്രയിൽ ശ്രദ്ധിക്കാൻ. ഇതൊക്കെയാണ് എൻ്റെ യാത്രേൻ്റെ പോളിസികൾ. ഞാൻ ഈ ടാർഗറ്റ് ഇട്ട് യാത്ര ചെയ്യുമ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് 50,000 റുപ്യ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര റുപ്യ ചിലവായി എന്നൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ എത്തുമ്പോൾ നമ്മൾ പറയാൻ കഴിയുന്നത് അതിലും കുറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നമുക്ക് നടന്നിട്ടും കഴിക്കാം, കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് ഒരു ഓറഞ്ചോ ഒരു ആപ്പിളൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാൻ വിചാരിച്ചാൽ നമ്മളൊരു പ്രധാനപ്പെട്ട സ്ഥലം കാണാൻ പോകാൻ. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമുള്ള നമ്മൾ ഞെട്ടാൻ പോകുന്ന ഒരു സംഗതി കാണാനാണ് പോകുന്നത്. അവിടെ എത്തിയാലേ അറിയാം എന്താണെന്നുള്ളത്. ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സർവീസിൻ്റെ സെക്ഷനാട്ടോ ഇവരെ ഇവിടുത്തെ. അതായത് ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഹബ്ബായിട്ടാണ് കാണുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇവർ വന്നതിൻ്റെ ശേഷം ഇവർക്ക് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വണ്ടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വണ്ടീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒക്കെ ചെറിയ ടൈപ്പ് കാറുകളും സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ ആയിരിക്കും. കാരണം യൂറോപ്പിൽ ജർമ്മനി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഒഴിവാക്കുന്ന കാറുകളും ചെറിയ കാറുകളുമാണ് ഇവർ ഉപയോഗിക്കുക. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പെട്ടികളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരു അപ്ഡേറ്റ് പോലെ തോന്നുന്നില്ല, എന്നാലും വൃത്തിയൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് റെയിൽവേൻ്റെ. ഇതൊക്കെ റെയിൽവേ ഏതാ പോകുന്ന റോമൻ്റെ കാലത്തുള്ള ട്രെയിനാണത്. അതിൽ കൂടെ പഴയ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ലഗേജായിട്ടുള്ള ട്രെയിനിൻ്റെ യാത്ര കേട്ടോ. ഇവിടെ നമുക്ക് കുറേ സംഗതികൾ കാണാനുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡാണ് അവിടെ കാണുന്നത്. പഴയ കാലത്ത് യുഗോസ്ലാവിയൻ്റെ കാലത്തുള്ള പല കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആ ട്രെയിൻ സർവീസും ട്രാക്കും തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ട്രെയിൻ ഈ സമയത്ത് വന്നത് വലിയൊരിതായി. ആ കാലഘട്ടത്തിൽ ശരിക്കും പഴയ കാലഘട്ടത്തിൻ്റെ എല്ലാ രീതികളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ചെറിയൊരു ഭാഗം സിറ്റീൻ്റെ സ്കൂൾ ടവർ. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്നത് കേട്ടോ. ഓട്ടോമൻ കാലത്തുള്ള ഒരു ബിൽഡിങ്ങാണിത് കേട്ടോ. ഇവിടെ ടിക്കറ്റുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ല. ഇത് തലയോട്ടികൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവർ എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, ഓട്ടോമൻ്റെ കാലത്ത് ആൾക്കാരെ കൊന്നിട്ട് അതിൻ്റെ തലയോട്ടി എടുത്തിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണെന്നാണ് ഇത് പറയുന്നത്. ഇതിനെ ഇപ്പോൾ തലയോട്ടീൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കാം ചിലപ്പോൾ അതുള്ളത്. ഓരോ ഭരണാധികാരികളുടെ കാലത്ത് ചെയ്ത ഓരോരോ സംഗതികളാണ് ഇതിൽ കാണിക്കുന്നത്. എന്നിട്ട് ഇതിൽ തലയോട്ടി വെച്ചിട്ടാണ് ഇവർ ഇതിനെ നിർമ്മിച്ചിട്ട് ഇതിൻ്റെ അകത്തായിരുന്നു തലയോട്ടി സൂക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്തെ പാലം തന്നെ കേട്ടോ. മരത്തിൻ്റെ പാലാണല്ലോ പണ്ടുണ്ടാക്കാറ്. അത് തന്നെയാണ് കാണുന്നത്. മറ്റേത് യുഗോസ്ലാവിയൻ്റെ കാലഘട്ടത്തിലൊട്ട് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമൻ്റെ കാലഘട്ടത്തിലൊട്ട് ഉണ്ടാക്കിയ. ഇവിടെ കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് റോമൻ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചിനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തലയോട്ടീൻ്റെ പ്രത്യേകത ഈ ചർച്ചിലും കാണിക്കുന്നുണ്ട്. ഒറിജിനൽ തലയോട്ടിയാണ് ഇതിന് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് ഇവർ. എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അത് ഇവിടെ ഇതിൻ്റെ ചരിത്രങ്ങളിൽ പറയുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒറിജിനൽ തലയോട്ടികളാണ് ഓരോ ജോയിൻറ്റിലും ഇവർ വെച്ചിരുന്നത് തെളിവിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾ ഇവിടെ കയറുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഇതാ ഇവിടെ ഈ കാണുന്നതൊക്കെ ഒറിജിനൽ തലയോട്ടി കേട്ടോ.
കണ്ടില്ലേ, ഒറിജിനൽ തലയോട്ടികൾ വെച്ചിട്ട് ഇവർ നിർമ്മിച്ച ആ പഴയ സംഗതികൾ അങ്ങനെ തന്നെ നിലനിർത്തിയ ഒരു ചരിത്രഭാഗം കേട്ടോ. സംഭവം ഒറിജിനൽ തലയോട്ടി കേട്ടോ. കണ്ടില്ല നിങ്ങൾ, പലതും വീണ് പോയിട്ടുണ്ട് തലയോട്ടി. അന്ന് ഇവർ കൊല്ലുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തലയോട്ടി എടുത്തിട്ട് അടയാളപ്പെടുത്തലായിരുന്നു എന്നാണ് പറയുന്നത്. മേലെ പല ഭാഗത്തുള്ളതും വീണ് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇനി തലയോട്ടി തൊടാതിരിക്കാൻ ഇവർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ശരിക്കുള്ള കണ്ടില്ല നിങ്ങൾ, കുറേ നശിച്ചതുണ്ട്, പല്ലുള്ളത് വരെ ഉണ്ട്. കണ്ടില്ലേ, ചില തലയോട്ടിയിൽ പല്ല് വരെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിന് കണക്കാക്കിയിട്ട് ഇവർ ഒന്നിനെടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, അർക്കോഡിക് ഫോർ സ്കൾ സ്റ്റീവ് ജോൺസൺ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണത്. അപ്പം തലയോട്ടി മ്യൂസിയം ആക്കി വെച്ചതാണ്. തലയോട്ടീൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാഴ്ച തന്നെ കേട്ടോ. നമുക്ക് ഇതിൻ്റെ നല്ല സ്ഥലത്ത് പോയിട്ട് എടുക്കാം. നമുക്ക് റിഫ്ലക്ഷൻ ഇല്ലാത്ത സ്ഥലം, അവിടെയൊക്കെ തലയോട്ടികൾ തന്നെയാണ്. ഓരോ തലയോട്ടികൾ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തലയോട്ടി ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തലയോട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ തലയോട്ടി കേട്ടോ. ഈ തലയോട്ടി ശരിക്കും പല്ലൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. ഏതോ വലിയ പഴയ പ്രതാപിയായ ആളായിട്ടായിരിക്കും ചിലപ്പോൾ. ഇതാണ് അന്നുണ്ടാക്കിയ സ്തൂപ കേട്ടോ. തലയോട്ടി ശരിക്ക് ഫുള്ള് തലയോട്ടി ഉണ്ടായിരുന്നു അന്ന്. അതിങ്ങനെ ബോർഡറാക്കിയിട്ട് ആ തലയോട്ടിയിലാണ് ഇതിൻ്റെ തെളിവുകൾ കാണിച്ചിരുന്നത്. സ്കൾ ടവർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 1878 ഇവിടെ ചർച്ചിൻ്റെ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചത് കേട്ടോ. ഈ പള്ളി അതിന് അകത്ത് ഉണ്ടാക്കി വെച്ച കേട്ടോ. നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ അകത്ത് ഒരു പള്ളി മാതിരി ആക്കിയിട്ട് ഇവർ सूक्षितदानद। आपका नाम बता दीजिए। सॉरी वीडियो नहीं चाहिए। नहीं वीडियो नहीं। ओके ओके, नाम बता दीजिए। हेमंत। ഓക്കെ, നൈസ് ടു മീറ്റ് യു, താങ്ക് യു, ബൈ. നമ്മളെ നാട്ടുകാർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടുകാരും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇല്ല, പൊതുവേ ഒരു സൈലൻ്റ് പയ്യനാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇതൊക്കെ നമ്മൾ വേറെയുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിൽ നമ്മളെ ഈ കോളേജിൻ്റെ ഒക്കെ എടുക്കുന്നില്ല. ഞാൻ പലവട്ടവും ട്രൈ ചെയ്താണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും കെയർ ഓഫ് ഉള്ള കോൺടാക്ട്സ് ഒക്കെ വരുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കാനും പറയാനൊക്കെ തയ്യാറാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവർ നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്ത് പറ്റില്ല പിടിക്കില്ല അറിയും. ഇവിടുത്തെ ആൾക്കാർ പൊതുവേ പറയും, നമ്മളാൾക്കാരും ഇതേമാതിരി പറയുന്ന അവസ്ഥ വലിയ കാര്യം കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പോയത് കോളേജിൻ്റെ ഏരിയയാണ്, ഇവർ പഠിക്കുന്ന ഏരിയകളാണ്. കുറേ ഇന്ത്യക്കാരുണ്ട് ഇവിടെ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ UN-ൻ്റെ ആസ്ഥാനമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്കുള്ള ബിൽഡിംഗ് ഒക്കെ UN-ൻ്റെ ആസ്ഥാനമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഡയറക്റ്റ് എടുക്കുന്നത് ഓൾക്ക് മനസ്സിലായുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇന്നലെ എമിഗ്രേഷനിൽ കണ്ടില്ലേ, നീ എന്തിനാ വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടാണ് മയക്കുമരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് എന്നെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയത് ഉള്ളിലേക്ക്. അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യക്കാരാകുമ്പം ഇവർക്കൊരു തേർഡ് ക്ലാസ് കണ്ടിട്ട് പെട്ടെന്ന് നമ്മളങ്ങനെ തോന്നും. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിലുള്ള സീലുകൾ കണ്ടപ്പോൾ നീ എന്തിനെത്ര രാജ്യം സഞ്ചരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ആൻസറാണ് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഓർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ നോർമൽ അങ്ങോട്ടേക്ക് നോക്കാതെ നടന്നു പോകുമ്പോൾ എടുത്തിങ്ങനെ പോകാമെന്നല്ലാതെ പ്രത്യേകമായിട്ട് അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇവർ ഭയങ്കര ഇഷ്യൂ ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടായില്ല. ഇതുവരെ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനെയൊക്കെ ഓൾക്ക് തോന്നിയത് ആ സമയത്തുള്ള ആൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ അയാൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഏരിയ യൂറോപ്യൻ യൂണിയൻ്റെ അണ്ടറിലുള്ള ഓഫീസാണ് ഇവിടെ ഉള്ളത്. കാരണം അവരെയാണ് ഇപ്പോൾ ഇവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ബാൽക്കൻ കൺട്രീസിനെ ഫുള്ള് ഏറ്റെടുത്തിട്ട്. ഇവിടെ ഗവൺമെൻറ് ഓഫീസുകളുടെ ഒരു സ്ഥലം കേട്ടോ. ഒരുപാട് ഓഫീസുകൾ ഇവിടെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, കൊടിയൊക്കെ കാണുന്നുണ്ട്. ഇത് കെയർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നിഷില് സെർബിയൻ്റെ സ്റ്റേഡിയങ്ങളിലെ ഒരു പ്രധാന സ്റ്റേഡിയം കേട്ടോ. ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. വലിയൊരു സ്റ്റേഡിയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കളികളൊക്കെ നടക്കലുണ്ടെന്നാണ് പറയുന്നത്. മൾട്ടിപർപ്പസാണ്, പക്ഷേ ഫുട്ബോളാണ് മെയിനായിട്ട്. അതിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. കെയർ സ്റ്റേഡിയം. ഇവരെ സ്ഥിരം സ്വഭാവമായ ഈ എഴുതലുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് ഇത്. എന്താണെന്നറിയില്ല, എല്ലാ സ്ഥലത്തും വരെ എന്തെങ്കിലും എഴുതിയിടും. എത്ര നല്ല സ്ഥലങ്ങൾ എന്നറിയോ. ഇതാണ് കേട്ടോ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചയാണ്. ഇപ്പോൾ കളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാക്കി വെച്ചാണ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ കോലത്തിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സ്റ്റേഡിയമൊക്കെ വലിയ സ്റ്റേഡിയമാണ് സംഭവം.
അതിനോട് ചേർന്നിട്ട് ഒരു അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ യൂറോപ്പിൽ എന്തായാലും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ നമ്മൾ കാണുന്ന പോലെ സംഭവം വലിയ പാർക്കൊക്കെ തന്നെയാണ്. അവസ്ഥ വളരെ ശോകമാണ്. അങ്ങനെ നമ്മളെ യാത്രയിൽ ആകെ നമുക്ക് ഇതേപോലെ ഒന്ന് പുറത്തിരിക്കാൻ പറ്റിയ ഒരു രാജ്യം എത്തിയത് ഇപ്പം ഇവിടെയാണ് കേട്ടോ, സെർബിയയിലാണ്. തണുപ്പൊക്കെ ഉണ്ട്, 3. അപ്പോൾ ഇതുവരെ നമുക്ക് ഇതുപോലെ മൈനസിലൊക്കെ ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്കൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പാർക്കിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഒരു ആപ്പിൾ കഴിക്കുകയാണ്, ഗ്രീൻ ആപ്പിൾ. ഇവിടെ അടിപൊളി ഫ്രഷ് ആപ്പിൾ കിട്ടും കേട്ടോ, ഓറഞ്ചും. ഇത് രണ്ടും കഴിച്ച് മെല്ലെ റിലാക്സ് ആയിട്ട് അടുത്ത യാത്രകൾ കിട്ടോ. അപ്പോൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. സെർബിയയിൽ തണുപ്പത്താണ്, പക്ഷേ നല്ല ഗാർഡൻ. പക്ഷെ വെയിലൊക്കെ കണ്ടു തുടങ്ങി, 3 മണിയായി. പക്ഷെ 3 മണിയായപ്പോഴാണ് ഈ വെയിലൊക്കെ വരുന്നത്. ഇത് സിറ്റീൻ്റെ മെയിൻ ഒരു ഭാഗം കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റ് ഭാഗത്തേക്ക് നമ്മളെത്തി. വാക്കിംഗ് സ്ട്രീറ്റ് ഭാഗത്ത് കണ്ടില്ല, ഇതുപോലെ കുറേ ചെറിയ ബോർഡുകളാട്ടോ, ഓരോ ഭാഗത്തേക്കുള്ള ചെറിയ ചെറിയ ബോർഡുകൾ. എല്ലാ സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ റോഡ് ഇതാ കണ്ടില്ലേ, റോഡ് ഇങ്ങനെ ഫുള്ള് ഈ സ്ട്രീറ്റ് ഇങ്ങനെ ബാക്ക് സൈഡും ഒക്കെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യാം. ഈ ഭാഗം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഭാഗം കേട്ടോ, ചത്വരം. നമ്മൾ പറയുന്ന ചത്വരം, കാരണം എല്ലാ സ്ട്രീറ്റും ഇങ്ങനെ കടന്നു വന്ന് ഫുൾ അവിടുന്ന് ഇങ്ങനെ സ്ട്രീറ്റ് കടന്നു വന്നിട്ട് നമ്മൾ ആ ഭാഗത്താണ് നമ്മൾ താമസിച്ചതും. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സ്ക്വയർ. ഈവനിങ്ങിൽ ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ പുറത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. പഴയ കോട്ടയും ഇതൊക്കെ നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ മെയിനായിട്ടുള്ളതാണ്. ഒരു വാക്കിംഗ് പ്ലേസ് ഉണ്ട് ഇവിടെ. അതേപോലെ വെള്ളം വരുന്ന ഇതിലുണ്ട്. അവിടെ ഒരു കോയൻ്റെ ഇതുണ്ട് കേട്ടോ. എന്താ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 312 തുടങ്ങിയിട്ട് 2012 വരെയുണ്ട്. ഇത് അലക്സാണ്ടറിൻ്റെ ചിത്രമാണോ എന്ന് സംശയമുണ്ട്. അതേമാതിരി തോന്നുന്നു, ഭാഷ മനസ്സിലാവുന്നില്ല. വരെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇതിൻ്റെ നദീൻ്റെ ഇതിലേക്ക് ഇവരെ പോകുന്ന വെള്ളത്തിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഒരു ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതവിടെ ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈവനിങ്ങിലായിരിക്കും ഇതുണ്ടാവുക. ഇവർ ഡിന്നർ കഴിക്കുന്ന സ്ഥലമായിരിക്കാം. ഈ വെള്ളം നല്ല ഒഴുക്കാട്ടോ, ശരിക്കും നല്ല ഒഴുക്കാണ്. വലിയൊരു ക്ലിയറുള്ള വെള്ളമൊന്നുമല്ല. കുഴപ്പമില്ല, ചളിവെള്ളമൊന്നുമല്ല. പക്ഷെ ഇതേപോലെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വലിയ നമുക്ക് കുടിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നതായിരിക്കില്ല. ഒഴുകി വരുമ്പോൾ പല കച്ചറകളും കയറുന്നുണ്ടാവും ഇതിൻ്റെ അകത്തേക്ക്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ്. ഇപ്പോൾ 9 ഡിഗ്രി കേട്ടോ. പഴയ തണുപ്പില്ല, തണുപ്പ് ലേശം കുറവുണ്ട്. 9 ഡിഗ്രി ആയി. സ്ട്രീറ്റിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇവിടെ പാട്ടിൻ്റെ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ ഇതുപോലെ വല്ല കാരണത്താലും ഇതുപോലെ ആയിപ്പോയിടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ കോട്ടൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയതാട്ടോ. എന്താണ് ഇവർ യൂസ് ചെയ്യുന്നുള്ളത്? ഒരു ഗാർഡനായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഇത് ശരിക്കും നമ്മളെ പഴയ മൈസൂർ രാജാവിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും കോട്ട പോലെ ഇത് അതിർത്തി തിരിച്ചിട്ട് ഇവിടേക്ക് ആൾക്ക് കടക്കാൻ പറ്റാതെ ബോർഡറാക്കി വെച്ച് ഇവർ നിന്നിരുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. ഇത് സംഭവം ഇത്ര ഏക്കർ സ്ഥലം ഒന്നും തൊടാതെ അങ്ങനെ തന്നെ ഇവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇതിൻ്റെ മുകളിലും മഷി അടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ അവർ. ദ ഒക്ടോഗൻ പാലസ്. ഇതൊക്കെ പാലസാണ്. ആ കാലത്തുള്ള എന്തോ ആ ബാലൻസ് ഉള്ളത് അവിടെ വെച്ചതാണ്. എന്തായാലും അന്നത്തെ ഭരണസിരാ കേന്ദ്രമാണ്, ഹൈറ്റിലാണ്, സിറ്റിയാണ്. എല്ലാ സംഗതികളും അടിപൊളി തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളെ നാട്ടിലുള്ള കോട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അങ്ങനെ ആദ്യമായി ഈ ട്രിപ്പിൽ എനിക്ക് കുറച്ച് സൂര്യപ്രകാശം കൊള്ളാൻ കഴിഞ്ഞിട്ടോ. കുറച്ച് സൂര്യപ്രകാശം. തണുപ്പിന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഡിഗ്രി 9-ലെത്തി. 9-13 നമുക്ക് കവർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നടക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. സൂര്യനെ കണ്ട, സൂര്യനെ അടിക്കുന്ന കണ്ട, എന്തൊരു രസമല്ലേ കേട്ടോ. നമ്മളെ ബസ് പോകുന്ന ബസ് സ്റ്റേഷന് ഓട്ടോ ബസ്ക സ്റ്റേഷനിക്ക, അങ്ങനെയാണ് NE എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലൊക്കെ പുറത്ത് തന്നെ നിൽക്കണം. ഇരിക്കാനും തോന്നും. നമ്മളെ നാട്ടിലത്തെ പോലെയുള്ള ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ചൈനീസിൻ്റെ ഒരു ഫാസ്റ്റ് ഫുഡ് ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ബർഗർ കാര്യങ്ങൾ പോലത്തെ ചൈനീസിൻ്റെ ഫുഡായിട്ട്. ഇതേപോലെ നമുക്കൊരു കഫ്റ്റീരിയ നമ്മളവിടെ ഇട്ടിട്ട് അതിൻ്റെ നമ്മളെ സ്നാക്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 100% വിജയിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനുകളിൽ കണ്ടില്ല നിങ്ങൾ. നൂഡിൽസ് ഉണ്ട്, റൈസിൻ്റെ ഉണ്ട്. ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ. ഇതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വലിയ വിലയൊന്നുമില്ല, വളരെ വില കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ 1.5 രൂപ വിലയാണ്, റേറ്റാണ് ഇവിടുത്തെ കറൻസിക്ക്. പക്ഷേ
പക്ഷേ ഈ വിലകൾ നോക്കി നിങ്ങൾ വളരെ കുറവാണ്. അടിപൊളി, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ബസ്സിൻ്റെ ടിക്കറ്റിന് ഇതാക്കണം. ഇവിടെ നമ്മൾ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒരു 100 ദിനാറ് കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 80 റുപ്യോളം. അതിന് വേറെ ചാർജ്, ഭയങ്കര ചാർജുകളാണ് കേട്ടോ അവിടെ. ഇതാണ് ടിക്കറ്റിൻ്റെ സ്ഥലം കേട്ടോ. ടിക്കറ്റ് നമ്മൾ എടുക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പുലർച്ചെ 6 മണിക്ക് ബുധുവയിലെത്തിയിരിക്കുകയാണ്. ബുധുവയിൽ മോണ്ടിനെഗ്രോയിൽ കാലുവെച്ചു. നമ്മൾ 9ാമത്തെ രാജ്യം അല്ലേ, നമ്മൾ 9ാമത്തെ രാജ്യമായി. എൻ്റെ 68ാമത്തെ രാജ്യം.